സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അപ്പാർട്ട്മെന്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. പടക്കമേറിൽ വീടിന്റെ വാതിലിന് കേടുപാടുകൾ പറ്റുകയും വീടിന് മുന്നിൽ വെച്ചിരുന്ന കുപ്പി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തീപിടിച്ച് കത്തിനശിച്ചു. കേച്ചേരി വേണാട്ട് അൻസാറിന്റെ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തെക്കേനടയിൽ വീടിന്റെ ഹാളിന് തീപിടിച്ചു. അമ്പാടി വീട്ടിൽ ജഗദീഷിന്റെ വീടിന്റെ ഹാളിനാണ് തീപിടിച്ചത്. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. 1-ാം കല്ല് സ്വദേശിനി നബീസയ്ക്കാണ് പരിക്കേറ്റത്. പാലപ്പിള്ളിയിൽ മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വന്യമൃഗശല്യം മൂലം ദുരിതമനുഭവിച്ച് പാലപ്പിള്ളി നിവാസികൾ. പാറമേക്കാവ് ക്ഷേത്രത്തിൽ വേലയാഘോഷം ഇന്ന്. വെടിക്കെട്ട് പുലർച്ചെ 1-ന്. വെടിക്കെട്ടിന് അനുമതി ലഭിച്ചത് ദേവസ്വം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന്. കുട്ടികളെ പുകവലിക്കാൻ ഉപദേശിച്ച മന്ത്രിക്കെതിരെ നടപടി തേടി ഗവർണർക്കും ഹൈക്കോടതിക്കും കത്തയച്ച് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ. പരസ്യമായി വെല്ലുവിളിച്ചതുവഴി ഭരണഘടനയെയും നിയമനിർമ്മാണ സഭകളെയും അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ജോൺ ഡാനിയൽ കത്തയച്ചു. കുന്നംകുളം ടൗൺ ഹാൾ റോഡിൽ KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. KSRTC ബസ് പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പുറകിൽ വന്നിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ചാലിശ്ശേരിയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ അപകടനില തരണം ചെയ്തു. കുമരനെല്ലൂർ സ്വദേശി മണിക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന മണി അപകടനില തരണം ചെയ്തു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നെല്ലുവായി പ്രദീപ് നമ്പീശന്റെ നേതൃത്വത്തിൽ തുള്ളൽ സമന്വയം അരങ്ങേറി. ഗരുഡ ഗർഭഭംഗം എന്ന കഥയാണ് തുള്ളലിൽ അവതരിപ്പിച്ചത്. മുണ്ടത്തിക്കോട് NSS കരയോഗം മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആചരിച്ചു. പ്രസിഡന്റ് രാജു മാരാത്ത്, സെക്രട്ടറി A സുധീഷ് ബാബു, A സുരേന്ദ്രൻ, രാജശ്രീ സുഗുണൻ എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ പൂർണ്ണ പുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ അരവിന്ദൻ സംവിധാനം ചെയ്യുന്ന പൂതം വരവായി എന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ആര്യമ്പാടം സർവോദയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അമൽ സ്കൂളിലെ ചിൽഡ്രൻസ് ഫിലിം ക്ലബിന് വേണ്ടിയാണ് കുട്ടികളുടെ സിനിമ നിർമ്മിക്കുന്നത്. പേനകം ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന വിശ്വകലാക്ഷേത്രയുടെ നാടകം പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു. സമാപന യോഗം ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പാവറട്ടിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം വിതരണവും നടന്നു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും 3ാമത് സഹകാരി പുരസ്കാര വിതരണവും ഞായറാഴ്ച നടക്കും. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്യും. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും ശതാബ്ദി തിരുനാളിന് കൊടികയറി. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കൊടിയേറ്റം നിർവഹിച്ചു. 11, 12, 13 തീയതികളിലാണ് തിരുനാൾ. കൊടകര പ്രസ് ക്ലബ്ബ് വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് KR രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ ചൂടുയരാം. ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ 255ാം കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി പ്രൊമോ വീഡിയോ പുറത്തിറക്കി. കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് പ്രൊമോ വീഡിയോയുടെ പ്രകാശനം നിർവഹിച്ചു.
പുത്തൻ പീടികയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ GT റോഡ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റിലപ്പിള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിന്റെ ഊട്ടുപുരയോട് ചേർന്ന് ഗ്യാസ് ഗോഡൌൺ ആരംഭിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കം തടയാനാവശ്യപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടാട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ നാമജപയാത്ര സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി KP ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം മണ്ഡലത്തിലെ ആദ്യ സമ്മേളനം കടവല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലെ കടവല്ലൂർ വെസ്റ്റ് ബ്രാഞ്ചിൽ നടന്നു. ചിറയൻകീഴ് ഡോക്ടർ G ഗംഗാധരൻ നായർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ പ്രൊഫസർ G ശങ്കരപ്പിള്ള സ്മാരക പുരസ്കാരം നാടക പ്രവർത്തകൻ ET വർഗീസിന്. പുരസ്കാരം ഈ മാസം 8 രാവിലെ 10 തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സമർപ്പിക്കും. കോട്ടയം പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഓൾ കേരള സൈക്കിൾ റാലിക്ക് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തുടർക്കഥയാകുന്നു. വെറ്റിലപ്പാറ 13-ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. ഭാരതപ്പുഴ സംരക്ഷണത്തിനു കൂടി പ്രാധാന്യം നൽകി കേരള കുംഭമേള ഈ മാസം 11-12 ദിവസങ്ങളിൽ തിരുവില്ലാമല പാമ്പാടി ഭാരതപ്പുഴ കടവിൽ നടക്കും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായാണ് കേരള കുംഭമേള നടത്തുന്നത്. നീണ്ട 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശൂർ ജില്ലയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ യോഗം ശനിയാഴ്ച കളക്ടറേറ്റിൽ ചേരും. 2024 നവംബർ 12 ഗസറ്റ് വിജ്ഞാന പ്രകാരം രൂപീകരിച്ച കൗൺസിലിന്റെ ആദ്യ യോഗമാണ് നാളെ ചേരുന്നത്. പൂനിലാവൊഴുകുന്ന പുണ്യരാത്രി എന്ന് തുടങ്ങുന്ന ക്രിസ്മസ് ഗാനം സോഷ്യൽ മീഡിയയിൽ ആസ്വാദക പ്രീതി നേടുന്നു. ക്രിസ്മസ് രാവിന്റെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ വരികളാക്കി മാറ്റിയത് ഫാദർ ജോഷി കണ്ണുക്കാടനാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ജോനാഥൻ ബ്രൂസും. ഗാനം ആലപിച്ചിരിക്കുന്നത് പിന്നണി ഗായിക അഖില ആനന്ദുമാണ്. തളിക്കുളം കൊപ്രക്കളം പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MLA CC മുകുന്ദൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മരണപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി ജീവനക്കാർ പ്രവർത്തിക്കുന്നതായി പരാതി. കഴിഞ്ഞ 1-ാം തീയതി മരിച്ച പശ്ചിമ ബംഗാൾ സ്വദേശി ജമദ് അലിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ വിട്ടു നൽകാൻ വൈകിയതാണ് പരാതിക്കിടയാക്കിയത്. കിഴുപ്പിള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആത്മ സോഷ്യൽ ഇംപാക്ട് കോൺക്ലേവ് 10, 11, 12 തീയതികളിൽ തൃശൂർ TGSM സരസ്വതി വിദ്യാനികേതനിൽ നടക്കും. പാനൽ ചർച്ചകളും സംവാദവും വിവിധ ക്ലാസുകളും ഉണ്ടാകും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.